ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. ഞങ്ങളൊക്കെ പറയും മുത്തുമണികളെ. ഇന്ന് നമ്മൾ അയില മുളക് ഇടാനുള്ളൊരു വീഡിയോസായിട്ടാണ് വന്നത്. ഇതാണ് നമ്മളിന്ന് വാങ്ങിച്ച അയില. പിന്നെ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. നമുക്ക് പോവട്ടെ. നിങ്ങളുടെ നാട്ടിൽ അയില മുളക് ഇടാതാണോ, എന്താ പറയുക, കറി വെക്കണം എന്നൊക്കെ കമൻറ്റിൽ വരണം കേട്ടോ. നമ്മൾ വാങ്ങിയ അയില കണ്ടോ, ഇതാണ് നമ്മളിന്ന് വാങ്ങിച്ച അയില. അതിലൊന്ന് മുളകിടാനുള്ള തീരുമാനം. നന്നാക്കട്ടെ കേട്ടോ, ക്ലീൻ ആക്കട്ടെ അയിലൊക്കെ ഒന്ന് നമ്മൾ അയില ക്ലീൻ ആക്കട്ടെ കേട്ടോ. ക്ലീൻ ആക്കാണ്. നല്ല വലിയ അയിലയാണ് കിട്ടിയിട്ടുള്ളത് ഗേസ്. നമ്മൾ അയിലൊന്ന് ക്ലീൻ ആക്കിയിട്ട് നിങ്ങളുടെ നാട്ടിൽ എന്താണ് അയിലക്ക് പറയുന്നതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഗേസ്. നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. ഒന്നും മറക്കരുത് മുത്തുമണികളെ. നിങ്ങളാണ് എൻ്റെ എല്ലാ സപ്പോർട്ട് കേട്ടോ. ഇതാണ് നമ്മളതിൽ ആണ് ഗൈസ്. ഞാൻ അതിലൊന്നും തല എടുക്കാറില്ല. തല പറഞ്ഞാൽ ഇതൊന്നും ഞാൻ കറി വെക്കാറില്ല. ചില ആളുകൾ വെക്കൂലേ. അങ്ങനെയല്ല മീൻ ഉണ്ടാക്കാനിരിക്കും. ഞാൻ വിചാരിച്ച ഇവിടെ എവിടെ ആവുന്നില്ലേ. ഓയ് ആ ബോളിട്ട് കളിക്കണോ? ആയുഷൂരി ഇടക്കിടക്ക് ഇങ്ങനെ വന്ന് വിളിക്കണം. അവർക്ക് പോകണ്ടോന്ന് അറിയാനാവും. ഇടക്ക് വിളിച്ചില്ലെങ്കിൽ നമുക്കൊരു സുഖവുമില്ല. പിന്നെ നമ്മളെ വീഡിയോ നമ്മളൊക്കെ ഇട്ട് ഇങ്ങനെ വരുന്നൊക്കെ ശീലമായി വരുന്നുള്ളൂ കേട്ടോ മുത്തുമണികളെ. സംസാരങ്ങളും കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലുമൊക്കെ പേരുകളൊക്കെ ഉണ്ടാവും. അങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ ആദ്യമായിട്ട് ഇറങ്ങില്ലേ, അതിൻ്റേതായിട്ടുള്ള കുറവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഒക്കെ ക്ഷമിക്കുക. എല്ലാവരും നമ്മൾ സപ്പോർട്ട് ചെയ്യുക. അതൊക്കെ നമുക്ക് വേണ്ട കേട്ടോ. പിന്നെന്താ, നമ്മൾ മീനൊന്നും മുറിക്കാലതൊക്കെ ഒന്ന് മുറിക്കാല മീൻ നമ്മളിങ്ങനെ വര കൊടുക്കും. അങ്ങനെ നമ്മൾ മീനൊക്കെ പൊരിക്കാലത് വേറെ ആക്കി കറി വെക്കാലതാണത്. നടു മുറിച്ചിട്ടുണ്ട്. പൊരിക്കാല മീനാണിത് കേട്ടോ. അങ്ങനെ പറയും കായ കൂട്ടാൻ. അപ്പം അതിന് മുന്നേ നമുക്ക് തക്കാളി എടുത്ത് തക്കാളി ഒന്ന് തക്കാളി അരിയട്ടോ. തക്കാളി നമ്മൾ സാധാരണ വരെയല്ലേ, ഇതൊരു വീഡിയോയിൽ കാട്ടുന്നുണ്ട്. ഇത് നല്ല മുറിച്ചാണ്, പേടിയാണ് കത്തി ഉപയോഗിക്കാൻ. തക്കാളി നല്ല കിട്ടുന്നു കേട്ടോ. ഞാൻ പറയാൻ മറന്നു പോയി. എന്നാൽ നമ്മൾ കറി വെക്കാൻ ഗ്യാസ് കത്തിച്ചു. ആഴ്ചയിൽ മുട്ട ആഴ്ചയിൽ കോലുമുട്ടായി കഴിക്കണ പോലെ. അപ്പോൾ കറി വെക്കാനുള്ള കറി വെക്കാതെ ചട്ടി അടുപ്പിട്ട് നല്ലോണം ചൂടായി വന്ന് നമുക്ക് ഓയിൽ ഒഴിക്കാം.
അതിലൊഴിച്ച് കൊടുക്കും. നമ്മുടെ ഉലുവ എന്ത് മണി വെട്ടായിട്ടും കുറച്ച് വെട്ടായിരുന്നു. ഉലുവ ഇട്ടു. ഒന്നും പൊട്ടിക്കില്ല. ആദ്യം ഒന്ന് ഫുള്ള് കഴിക്കട്ടോ. പിന്നെ ചൂടായി വന്നാൽ നമ്മൾ ഈ അരിഞ്ഞ് വെച്ച പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില ഐശു ഇവിടെ നിൽക്കിട്ട് മാമ ഉണ്ടാക്കുന്നതാണ്. നമ്മൾ നല്ലോണം ചൂടായിട്ടുണ്ട്. നമ്മുടെ എന്താ പുളിയൊക്കെ നേരത്തെ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഐശോ പൊള്ളിട്ടോ എന്താണോ ആറും. നമ്മുടെ ഉപ്പിട്ടു. ഒന്നും പാടെ പറഞ്ഞു തരാം. ഓയിൽ ചൂടായിട്ട് ഉലുവ, വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി, ചെറിയ കഷ്ണം കറിവേപ്പിൻ്റെ ഇല കെട്ടുകണ്ട് നമ്മൾ നല്ലോണം വേവിച്ചെടുക്കാം കേട്ടത്. നമ്മൾ വേവിച്ചത് അങ്ങനെ ആയിക്കൊണ്ടാവണം കേട്ടോ. പച്ചമുളക് വെളുത്തുള്ളിയൊക്കെ ഒന്ന് വാടി വന്നിട്ടുള്ളൂ. നല്ലോണം വേകണം. പുളി പിന്നെ നേരത്തെ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. വാളംപുളി കേട്ടോ. ഉദ്ദേശം നമ്മളെ അതിൽ വളരത്തൊക്കെ ആവാനായി തുടങ്ങി. ഇത് തക്കാളിക്ക് വെന്ത് വരുന്നുള്ളൂ കേട്ടോ. ഇന്നെന്തൊക്കെ എൻ്റെ മുത്തുമണികളൊക്കെ വിശേഷങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ നിന്നു കേട്ടോ. പിന്നെ നിങ്ങളെങ്ങനെ അയിലക്കറി ഉണ്ടാക്കുമ്പോൾ എങ്ങനെ ഞാൻ വെക്കുന്ന മാതിരിയാണോ ഒന്ന് സപ്പോർട്ടും തരണേ. പിന്നെ അതിൽ എല്ലാ മോഡലിലും വെക്കൂട്ടെ. നമ്മൾ എന്താ പറയുക, കലക്കൊക്കെ വെക്കൂലേ, മുളകും മഞ്ഞളും മല്ലിയും എല്ലാ മസാലകളിട്ട് പുളിവെള്ളമൊക്കെ വെച്ച് നമ്മൾ പുളിവെള്ളമൊക്കെ തിളച്ച് കഴിഞ്ഞിട്ട് അതിനകത്ത് കലക്കി വെക്കുക എന്ന് പറയും നമ്മളത്. പല രീതിയിലും പല നാട്ടിൽ പല ഫുഡുണ്ട് അല്ലേ. മസാലയൊക്കെ വെന്ത് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പം നമുക്കതിലേക്ക് മസാലകൾ ഇടാം. ഫസ്റ്റ് മഞ്ഞൾപ്പൊടി ഒരു സമയത്ത് ആരും വീട്ടിലുണ്ടായിരുന്നു. നേരെ കുട്ടികളെ ട്രെൻഡിങ് ആയപ്പോൾ മഞ്ഞൾപ്പൊടി കുറച്ച് കേസിട്ട് സ്പൂൺ ഉപയോഗിച്ചിട്ട് മഞ്ഞൾപ്പൊടി ഇടാൻ. ഇനി മുളക് പൊടി. ഇത് നല്ല എരിവ് വേണം കറി. എരിവില്ലെങ്കിൽ ടേസ്റ്റ് ഇല്ല. മുളക് നല്ല. പിന്നെ മല്ലിപ്പൊടി മല്ലിപ്പൊടിയും തോന്നുന്നുണ്ട്. മല്ലിപ്പൊടി നമ്മൾ കൂടിയാൽ കറിക്ക് കറി ഇങ്ങനെ കൂടുതലായി കറക്കണം. കറിൻ്റെ മല്ലി നമ്മൾ ചിക്കനിലായാലും ബീഫ് മല്ലില്ലാതെ വെച്ചാലും ടേസ്റ്റാണ്. കുറച്ച് മീൻകറിലൊക്കെ നമുക്ക് കൂടുതലെ കുറച്ച് വെള്ളം പോലത്തെ ടേസ്റ്റല്ല. ഇനി കുറന്നല്ല കറി ഇഷ്ടം. വെള്ളം പോലത്തെ കറിയില്ലേ, അത് ഇഷ്ടമല്ല. ഇഷ്ടമില്ല. നമ്മളെ മസാല ഇട്ടിട്ടുള്ളത് കാണിച്ചത് എല്ലാ മുളകും പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി എല്ലാം പറ്റി നമ്മളെ കറിൻ്റെ കളറ് ഞങ്ങൾ മാറി. അല്ലെങ്കിൽ ഇതിൽ പുളിവെള്ളം ഇട്ടു ഒന്ന് ചൂടായി വരണം. ഇനി ഒന്ന് ചൂടായി വരാറുണ്ട്. അപ്പോൾ നമ്മളെ ഇതൊക്കെ നല്ലോണം ചൂടായി മസാലകളൊക്കെ. ഇനി കുറച്ച് പുളിവെള്ളം പുളിവെള്ളം കഴിക്കും. നല്ലോണം ഉണ്ടിയതാട്ടോ.
കുടംപുളി ആണെങ്കിൽ നല്ല ടേസ്റ്റ്. എൻ്റെ നാട്ടിൽ കുടംപുളി കറി. ഇവിടെ കൊണ്ടോട്ടിയിൽ വന്നപ്പോഴാണ് വാളംപുളി ശീലം. ഓരോ നാട്ടിൽക്കും ഓരോ തന്നെ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കറിയിൽ കുടംപുളി ഉള്ളത്. ഞാൻ പറഞ്ഞ കയ്യിൽ നിന്നാണെങ്കിൽ ഇഷ്ടമല്ല. പുളിവെള്ളം ഒഴിച്ചിട്ട് കുറച്ച് ജിനിമോളെ എണീറ്റ് വരുന്നുള്ളൂ. വേദനയായി. ഇവിടെ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ച് പുളി ഒന്ന് പാകാക്കാൻ വേണ്ടി ഇനി നമ്മളെ കറി ഒന്ന് തിളച്ച് വരണം. തിളച്ചാൽ നമ്മൾ കഴുകി വൃത്തിയാക്കിയ അതിലേക്ക് ഇടാം കേട്ടോ. ടേസ്റ്റ് ഉണ്ടോ എന്ന് നോക്കട്ടെ കേട്ടോ. പുളി ഉണ്ടോ, ഉപ്പ് കുറവുണ്ട്. പിന്നെ ഞാൻ ഉപ്പിട്ടാണ് എപ്പോഴൊരു ഉപ്പ് കുറവാണ്. ഉപ്പ് റെഡിയായി കിട്ടും. ഉപ്പ് ഏറിയാവും. നല്ല വാരിയിടണം. താക്കം നിൽക്കുന്നു. അപ്പോൾ ഗ്യാസ് നമ്മൾ കറിയൊക്കെ തിളച്ച് വന്നിട്ടോ. നമ്മുടെ കറിയൊക്കെ തിളച്ച് വന്നു. അപ്പോൾ ഗ്യാസ് നമ്മളെ കറിക്കുള്ള അയില ഇടുകയാണ്. അയില ഞാൻ നടുമുറിച്ച്, വലിയ അയിലായിരുന്നു, നടുമുറിച്ച്. നമ്മൾ നല്ല ഉപ്പും മുളകും പിടിക്കുക മീൻ മുറിച്ചിടുമ്പോൾ. ഇപ്പോൾ ഗൈസ് നമ്മളെ കറിയൊക്കെ തിളച്ച് വന്ന് നമ്മളെ കറിയൊക്കെ തിളച്ച് റെഡിയായി വന്നിട്ടുണ്ട്. നമ്മളെടുത്ത് വെച്ച് മല്ലിച്ചപ്പ്, മല്ലിയില ഇട്ടിട്ടോ. മീൻ പൊരിക്കാതെ നോക്കട്ടെ. മീൻ പൊരിക്കാൻ മീനിൻ്റെ ചട്ടി എടുക്കാൻ. നമ്മളെ മീൻകറിയൊക്കെ ഇഷ്ടപ്പെട്ടാൽ നമ്മളെ കമൻറ്റ് ബോക്സിലൊക്കെ അതിൻ്റെ റെസിപ്പി ഇട്ടുതരണം കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ ഉണ്ടാക്കിയോണ്ട് ഞാൻ തന്നെ പുകയിച്ചില്ല. സൂപ്പറാണ് കറി. ഇതാണ് ഗേസ് നമ്മുടെ മുളകിട്ട അയില മുളകിട്ട കറിയായി റെഡിയായി. വറുത്തങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഹായ് മുത്തുമണികളെ, അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരാം കേട്ടോ. ഇതൊന്ന് നമ്മളിതിവിടെ ചാനൽ ക്ലോസ് ചെയ്യുകയാണ്. അടുത്ത വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരും. നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. പിന്നെ എൻ്റെ ലൈവിലൊക്കെ വന്ന് എല്ലാവരും സഹകരിക്കണം. സപ്പോർട്ടും ലൈക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് അതാണ് എൻ്റെ എല്ലാ സപ്പോർട്ടും കേട്ടോ. പിന്നെ എന്നാൽ ഓക്കെ ബായ്. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം മുത്തുമണികളെ. ഓക്കെ ബായ്, സീ യു. അസ്സലാമു അലൈക്കും.